ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കല്യാണം കഴിക്കാനാണെന്ന് പറഞ്ഞേ രാവും പകലും ഇല്ലാതെ ഇവന്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടന്നേ. നിന്റെ അമ്മ ഉണ്ടാക്കി കൊടുത്തതിനേക്കാൾ ചീത്തപ്പേരെ നീ കുടുംബത്തിന് ഉണ്ടാക്കി കൊടുക്കരുത് ദുർഗെ. ഇതൊന്ന് ഓപ്പൺ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടിയേനെ. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഞാൻ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കാം. കിരൺ, ഹലോ, പരിചയമില്ലാത്ത നമ്പറാണല്ലോ. അഷി, അഷി, ആരാ ഓരോ ഇത് ഓപ്പണാക്കി? ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടത്. അതെ, ആ സമയത്ത് പൃഥ്വിക്ക് കോൾ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ പെട്ടേനെ. നമുക്ക് താഴേക്ക് പോവാം. ഈ ഇവിടെ ഒരുപാട് ബുക്സ് ഉണ്ടല്ലേ? ആ, പൂർണിമ ചേച്ചിയുടെ കളക്ഷൻ ആണെന്ന് തോന്നുന്നു. ആ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്താ അഷി? നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് ഇടയ്ക്ക് കയറി വരുന്നേന്നാ ചോദിച്ചേ. അത് ധോനിമോൾക്ക് കാണണമെന്ന് പൂർണിമ ചേച്ചി പറയുമ്പോ പറഞ്ഞോണ്ട് വന്നതാ. അത് മാത്രല്ല, ഇപ്പോ അഷി ഇവിടെ ഉണ്ടല്ലോ. അപ്പോ അഷിയുടെ സുഖവിവരങ്ങളും അന്വേഷിക്കാന്ന് കരുതി. അതിന്റെ ആവശ്യമില്ല. വീട്ടിൽ നിന്ന് കല്യാണം കഴിപ്പിച്ച് അയച്ചപ്പോ നിന്റെ ഒന്നും മുഖം ഇനി കാണണ്ടല്ലോ എന്നുള്ള ആശ്വാസത്തിൽ ഇവിടെ വന്നത്. എന്നിട്ടിപ്പോ ഓരോ കാരണങ്ങൾ പറഞ്ഞ് നീ എന്നും ഇവിടെ കയറി ഇറങ്ങുന്നു. എനിക്ക് നിന്നെ ഒന്നും കാണുക വേണ്ട. എന്നാ ശരി, നമുക്ക് പോവാൻ ദുർഗെ. നീ പറഞ്ഞിട്ടാണോ ഇവളിവിടെ വന്നത്? അത് അല്ല. പിന്നെന്തിനാ പോവാന്ന് കിരൺ പറയുന്നേ? ഇവള് തന്റെ ആരാ? നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? എന്റെ പേരും പറഞ്ഞ് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ദുർഗ ഇവിടെ വരുന്നത് ന്യായീകരിക്കാനെങ്കിലും പറ്റും. ഇവളുടെ വാലേ തൂങ്ങി കിരൺ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? അഷിതേ, ഞങ്ങൾ രണ്ടുപേരും ധ്വനിയെ പഠിപ്പിക്കുന്ന അധ്യാപകരാ. ആ കഥയൊന്നും നീ എനിക്ക് പറഞ്ഞു തരണ്ട. ഈ വീട്ടിൽ നിന്ന് എനിക്ക് കല്യാണാലോചന വന്നപ്പോഴേ നിനക്ക് കണ്ണുകടി തുടങ്ങി. അന്നു മുതല് ഈ വീട്ടിലുള്ളവരുമായിട്ട് അടുപ്പമുണ്ടാക്കാൻ നീ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് നീ തേടിയ വഴിയാണ് ധ്വനി. കല്യാണത്തിന് മുൻപ് തന്നെ നീ ആ വഴി നന്നായിട്ട് ഉപയോഗിച്ച് ഇവിടെ കയറി പറ്റി. പൂർണിമ ചേച്ചിയെ കയ്യിലും എടുത്തു. പിന്നെ നിന്റെ നാടകവും ക്യൂട്ട്നെസ്സും ഒക്കെ വാരി വെതറിയുള്ള വർത്താനം കൂടി ആയപ്പോ ബാക്കിയുള്ളവരും വശത്തായി. നീ എന്തൊക്കെയാ പറയുന്നേ? ഓ, ഞാനിതൊക്കെ മനസ്സിലാക്കിയെന്നറിഞ്ഞപ്പോ നീ ഞെട്ടിപ്പോയല്ലേ? നീ മനസ്സിൽ കാണുന്നതേ ഞാൻ മാനത്ത് കാണൂടി. ഇനി നിന്റെ ഉദ്ദേശം എന്താണെന്നും എനിക്ക് നല്ലോണം അറിയാം. എനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ കണ്ട് കണ്ണും മഞ്ഞളിച്ച് കുശുമ്പ് മൂത്ത് നിനക്ക് എന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കണം. അഷിതേ,
ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാ നീ പറയുന്നേ. നീ സ്വപ്നത്തിൽ ചിന്തിക്കുന്നുണ്ടാവില്ല, പക്ഷെ ഉണർന്നിരിക്കുമ്പോ നീ നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട്. അതൊക്കെ നീ വെറുതെ ആലോചിച്ചു കൂട്ടുന്നതാ. നിന്റെ ഒരു ഉദ്ദേശം ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഞാനതിന് സമ്മതിക്കേയില്ല. ഇനി നീയോ ഇവനോ ഈ വീടിന്റെ പടി ചവിട്ടിയ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ അപമാനിച്ച് ആട്ടി ഇറക്കി വിടും. അതുണ്ടാവണ്ടെങ്കിലേ, നിനക്കൊക്കെ ഒരു തരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിലേ എന്റെ സ്വൈര്യം കളയാനായിട്ട് ഇനി ഇങ്ങോട്ട് വരരുത്. നിക്ക്. നിന്റെ മനസ്സിൽ എന്നോടുള്ള അസൂയ കൂട്ടാൻ ഒരു കാര്യം കൂടി നീ അറിഞ്ഞോ? ഈ ഇന്ദ്രപ്രസ്ഥം വീടിന്റെ റാണി ഇനി ഞാനാ. ഞാൻ തീരുമാനിക്കുന്നതേ ഇവിടെ നടക്കൂ. പൂർണിമ ചേച്ചിയെ കയ്യിലെടുത്ത് ധ്വനിയുടെ പേരും പറഞ്ഞ് ഇനി ഇവിടെ കയറി ഇറങ്ങാൻ നോക്കിയാല് എനിക്ക് കുറച്ച് കടന്ന കൈകൾ ചെയ്യേണ്ടി വരും. അതെന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് നിങ്ങൾക്കാർക്കും നല്ലതിനായിരിക്കില്ല. കല്യാണം കഴിക്കാനാണെന്ന് പറഞ്ഞേ രാവും പകലും ഇല്ലാതെ ഇവന്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടന്നേ നിന്റെ അമ്മ ഉണ്ടാക്കി കൊടുത്തതിനേക്കാൾ ചീത്തപ്പേരെ നീ കുടുംബത്തിനുണ്ടാക്കി കൊടുക്കരുത് ദുർഗെ. നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, അത് ഞാൻ കേൾക്കും. പക്ഷേ വെറുതെ എന്റെ അമ്മയെ പറഞ്ഞ ഞാൻ എപ്പോഴും കേട്ട് നിൽക്കണമെന്നില്ല. വേണ്ട, നീ കേട്ട് നിക്കണ്ട. ഇനിയൊന്നും കേൾക്കാനായിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ട. രണ്ടുപേരും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി തന്നാലേ വലിയ ഉപകാരമായിരിക്കും. അയ്യോ, എവിടെ നോക്കിയാണ് നടക്കുന്നേ? തന്റെ മുഖത്ത് കണ്ണില്ലേ? ആഹാ, അത് കൊള്ളാലോ. എന്നെ ഇടിച്ച് എന്റെ സാധനങ്ങളൊക്കെ താഴെ കളഞ്ഞിട്ട് എന്നോട് ചൂടാവുന്നു.